അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. ശബ്ദം ഇത്തിരി പ്രശ്നത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്ന് തെളിയും. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പരിപാടികളുമായി നടന്നതുകൊണ്ടും ഈ ചുമ പിടിച്ചതുകൊണ്ടും ശബ്ദം അവതാളത്തിലാണ്. ഇന്ന് ഫെബ്രുവരി 16 ഞായറാഴ്ചയാണ്. 2 ദിവസം മുമ്പ് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച. ഫെബ്രുവരി 14 ഒരു വലിയ പ്രത്യേകതയുണ്ട്. അന്നാണ് ലോക പ്രണയ ദിനം. നമ്മുടെ കുട്ടികൾ ഇവിടെ മനസ്സിലുള്ള പ്രേമം തുറന്നു പറയാൻ വേണ്ടി കരുതിയിരിക്കുന്ന ദിവസം, പ്രേമമുള്ളവർ അത് പ്രകടമാക്കുന്ന ദിവസം. വെള്ളിയാഴ്ച 14-ാം തീയതി, ശനിയാഴ്ച 15-ാം തീയതി. ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോയത് 11 മണിക്കാണ്, 11:30 മണിക്ക്. എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് 9:30 മണിക്ക് ഞാൻ സംസാരിക്കാനിരുന്ന് 11:30 മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത്. ഇന്നലെ രാത്രി എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾക്ക്? വെള്ളിയാഴ്ച രാത്രി ഒരു ഉമ്മയും 3 മക്കളും താമസിക്കുന്നൊരു വീട്, ബാപ്പ ഗൾഫിലാണ്. ആ വീട്ടില് 18 വയസ്സ് 1 മാസം മുമ്പ് തികഞ്ഞ 18-കാരി പെണ്ണുണ്ട്. +2 പഠിക്കണം. മാർച്ച് 10-ാം തീയതി 12-ാം തീയതി അവർക്ക് എക്സാമാണ്. 9 മണിയായപ്പോൾ ഉമ്മയും മക്കളൊക്കെ ഉറങ്ങാൻ കിടന്നു. പരീക്ഷയായതുകൊണ്ട് ഈ പെൺകുട്ടി പഠിക്കാനിരുന്നു. മൂത്ത മകൾക്ക് 18 വയസ്സാണ്. രണ്ടാമത്തേതൊരു മോനാണ്. ആ മോന് 13 വയസ്സാണ്. ഒരു മോളുണ്ട്, അത് ചെറുതാണ്, 6 വയസ്സോ 7 വയസ്സോ. 3 മക്കളുള്ള ഒരു ഉമ്മ, സ്വന്തം വീട്. 11:30 മണിയായപ്പോൾ വാതിൽ കുറ്റിയിടുന്ന ഒരൊച്ച. ഉമ്മ വെറുതെ എണീറ്റ് നോക്കിയപ്പോൾ വാതിൽ കുറ്റിയിടുന്ന ഒരൊച്ച. ഉമ്മ മകള് കിടക്കുന്ന റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്. ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ആദി. ഉമ്മ വാതിലിന് മുട്ടി. മോള് വന്ന് വാതിൽ തുറന്നു. മുഖത്ത് ഒരു കള്ളത്തരം. ഉമ്മ ചോദിച്ചു, എന്തിനാ നീ വാതിൽ കുറ്റിയിട്ട്? കുട്ടി പറഞ്ഞു, ഞാൻ അറിയാതെ കുറ്റിയിട്ടതാണ്. ഉമ്മ ആ റൂമിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കട്ടിനടിയിൽ ഒരു അനക്കം. ഞാൻ പറഞ്ഞത് 2 ദിവസം മുമ്പ് ഉമ്മ ധൈര്യം സംഭരിച്ച് വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടു. എന്നിട്ട് ഉമ്മാന്റെ ആങ്ങളമാരെയും വല്ലിപ്പാനെയൊക്കെ വിളിച്ചു. ബാപ്പ ഗൾഫിലാണ്. അവരെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ അകത്തൊരു ചെറുക്കൻ. ഫെബ്രുവരി 14 പ്രണയദിനത്തിൽ തന്റെ പ്രണയം അറിയിക്കാൻ വേണ്ടി എത്തിയ ചെക്കൻ ബൈക്ക് പുറത്ത് വെച്ച് മതിൽ ചാടി ഈ പെൺകുട്ടിന്റെ വീട്ടിനകത്തെത്തി. അവള് വാതിൽ തുറന്നു കൊടുത്തു. അവൻ അകത്തുണ്ട്. അവനെ പിടിച്ച് അടിക്കാൻ തുടങ്ങി. പുറത്ത് ആരും അറിയാൻ പറ്റൂല, പെൺകുട്ടിയാണ്. നല്ല അടിയൊക്കെ കൊടുത്ത് 12 മണിയായപ്പോൾ അവന്റെ വീട്ടിലെ നമ്പറിൽ വിളിച്ച് ഉറങ്ങുന്ന ബാപ്പനും ഉമ്മനും വിളിച്ച് പറഞ്ഞു, നിങ്ങളെ മോൻ എൻ്റെ മോളെ റൂമിൽ കയറിയിട്ടുണ്ട്, നിങ്ങൾ വരണം. അവർ വണ്ടിയിട്ട് വന്നു. ബാപ്പ കരയാൻ തുടങ്ങി, ഉമ്മ കരയാൻ തുടങ്ങി. ആകെ പ്രശ്നം. ആ പെൺകുട്ടിയോട് 2 മണിക്കൂർ ഞാൻ സംസാരിച്ചൊന്നുമില്ല. ഈ മാർച്ച് മാസം പരീക്ഷ എഴുതാനുള്ള പെൺകുട്ടി, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ. ഇവിടെയാണ് നമ്മുടെ വിഷയം, നവതലമുറ കരുതലും കടമയും എന്ന ഈ വിഷയത്തിലേക്ക്, കടപ്പാടും എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരേണ്ടത്. ഞാൻ ബഹുമാന്യ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു വെച്ചിടത്തുനിന്ന് തുടങ്ങാം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, കോളേജുകളും ക്യാമ്പസുകളും സ്കൂളുകളും ഒക്കെ ആകെ മലീമസപ്പെട്ടു പോയിരിക്കുന്നു. ബന്ധങ്ങളൊക്കെ ആകെ പ്രശ്നമാണ്. ഏത് കോളേജിലും സ്കൂളിലും മക്കളെ വിടാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ എന്ത് ചെയ്യും? അവരെ വിദ്യാഭ്യാസം നടത്താതെ വീട്ടിലിരുത്താൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം ഓർമ്മപ്പെടുത്തി, എൻ്റെ ശബ്ദത്തിന് കുഴപ്പമുള്ളത് കൊണ്ട് ഞാനും വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നവതലമുറക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രിയമുള്ള ഉമ്മമാരും ഉപ്പമാരും അതൊക്കെ അറിയണം. അവര് മൊബൈൽ ഫോൺ ലോകത്തേക്ക് ജനിച്ചു വീണവരാണ്. 2000-ന് ശേഷം ജനിച്ചവർക്കുള്ള പ്രത്യേകത, മൊബൈൽ ഫോൺ ലോകത്ത് ജനിച്ചു വീണവരാണവർ. നമ്മൾ
അതിലേക്ക് മാറ്റപ്പെട്ടവരാണ്. ആ കുട്ടികൾക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവിടെ ചില ഉത്തരവാദിത്തങ്ങൾ രക്ഷിതാക്കൾ നിറവേറ്റിയാൽ ചില പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വേണം. ഒന്നാമത്തെ സാധനം, 3 ഉത്തരവാദിത്തങ്ങൾ മക്കൾക്ക് കൊടുക്കണം. 3 ഉത്തരവാദിത്തങ്ങൾ. യുവതലമുറയിലെ മക്കൾക്ക് ഇല്ലാതെയായി പോകുന്ന 3 ഉത്തരവാദിത്തങ്ങൾ. ഒന്നാമത്തെ ഉത്തരവാദിത്തം സ്വന്തത്തോട് ഉത്തരവാദിത്തം. അപ്പൊ ഒരു മോനെ വളർത്തുമ്പോൾ ഒരു മോളെ വളർത്തുമ്പോൾ ഒന്നാമത്തെ ഉത്തരവാദിത്തം കൊടുക്കണം. അത് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തമാണ്. ആ കുട്ടിയോടൊരു ഉത്തരവാദിത്തം വേണം. എനിക്ക് എന്നോട് ഉത്തരവാദിത്തം വേണം. നിങ്ങൾക്ക് നിങ്ങളോട് ഉത്തരവാദിത്തം വേണം. അപ്പൊ ഒരു മോനെ വളർത്തുമ്പോൾ ഒരു മോളെ വളർത്തുമ്പോൾ ആദ്യം കൊടുക്കേണ്ട സാധനം, ചെറുപ്പം മുതൽ കൊടുക്കേണ്ട സാധനം, സ്വന്തത്തോട് കുട്ടിക്ക് ഉത്തരവാദിത്തം വേണം. നമ്മുടെ മക്കൾക്ക് ഉണ്ടോന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാന് ഇന്ന് രാവിലെ കുളിച്ചു, നേരത്തെ ചെറിയ മോള് പാടിയ പോലെ പല്ല് തേച്ചു, കുളിച്ചു, നിസ്കരിച്ചു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. എനിക്ക് എന്നോട് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് വൃത്തിയായി നടക്കുന്നു. എന്തിന്? എനിക്ക് എന്നോട് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട്. പഠിക്കുന്നു. എന്തിന്? എന്നോട് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട്. നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പഠിക്കോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂളില്. എല്ലാ ക്ലാസ് റൂമും ഡിജിറ്റൽ ക്ലാസ് റൂമുകളാണ്. മുഴുവൻ സൗകര്യങ്ങളും, ഫാനുണ്ട്, ടൈൽസ് ഒട്ടിച്ച ക്ലാസ് റൂമുകൾ. മക്കൾക്ക് പഠിക്കണ്ട. സ്വന്തത്തോട് ഒരു കുട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാക്കണം. യുവതലമുറയ്ക്ക് ഇല്ലാതെ പോകുന്ന ഉത്തരവാദിത്തം അതാണ്. ഒരാൺകുട്ടി വാതിൽ തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് നഷ്ടമായത് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തമാണ്. എന്റെ ജീവിതം, എന്റെ ശരീരം, ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തം കുട്ടിക്ക് മനസ്സിലാവണ്ടേ? ഈ ഉത്തരവാദിത്തം ഇല്ല എങ്കിൽ നവതലമുറയുടെ അവസ്ഥ മോശമാണ്. എത്ര മക്കളെ നിറങ്ങൾക്ക് ഉമ്മയും ബാപ്പയും പൂട്ടുന്ന ഡ്രോറ് കൃത്യമായി തുറന്നു കൊടുക്കുന്ന മക്കള് നോക്കണം. ഞാനിപ്പം പറഞ്ഞത് പ്രേമത്തിന്റെ ബർത്ത്ഡേ ആണ്. അതാണ് ഫെബ്രുവരി 14. ഇനി വേറൊരു ബർത്ത്ഡേന്റെ കാര്യം പറയാം. ഒരു പെൺകുട്ടി പ്രേമിച്ചു. അവള് പ്രേമം തുടങ്ങിയിട്ട് 8 മാസമായി. പെൺകുട്ടിന്റെ ബർത്ത്ഡേ രാത്രി 10 മണിക്ക് ആ ചെക്കൻ കൊടുത്ത ഫോൺ, അവളുടെ കയ്യിലുള്ള ഫോണ് അവള് റൂമിൽ നിന്ന് എടുത്തപ്പോ അവൻ ഫോൺ ചെയ്ത് പറഞ്ഞു, നീ ഉറങ്ങരുത്, 11:30 മണിക്ക് ഞാൻ വിളിക്കും, 11:30ക്ക് ഞാൻ വിളിക്കും, നീ ഉറങ്ങരുത്. 11:30ക്ക് ആ പെൺകുട്ടി ഫോണിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചെക്കൻ വിളിച്ചിട്ട് ചെക്കൻ പറഞ്ഞു 11:30 ആയി, അരമണിക്കൂർ കൂടി ഉണ്ട്, 12 മണിക്കാ ബർത്ത്ഡേ തുടങ്ങുക. ഉമ്മ പെറ്റത് 6 മണിക്കാണെങ്കിലും ബർത്ത്ഡേ തുടങ്ങുക 12 മണിക്കാണ്. അപ്പൊ ആ കുട്ടീനോട് പറഞ്ഞു 6 മണിക്കൂർ ബാക്കിയിട്ട് ഉറങ്ങരുത്, ഞാൻ വിളിക്കും. പെൺകുട്ടി ഇങ്ങനെ ഉറങ്ങാതിരിക്കുക, ഫോണ് മുന്നിൽ വെച്ച് കാമുകം വിളിക്കും. നിങ്ങളൊക്കെ ചിന്തിക്കണം, ഈ കുട്ടിക്കൊക്കെ സ്വന്തത്തോട് എന്ത് ഉത്തരവാദിത്തമുള്ളത്. ബാക്കി ഉത്തരവാദിത്തം ഒക്കെ പോട്ടെ. അങ്ങനെ ആ ചെക്കൻ വിളിക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? 11:55. 12 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോ ചെക്കൻ വിളിക്കാണ്. വിളിച്ചിട്ട് ആ ചെക്കൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ബർത്ത്ഡേക്ക് ഞാൻ 5 മിനിറ്റ് കൂടിയുള്ളൂ. പെൺകുട്ടി പറഞ്ഞു ശരി. ആ ചെക്കൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാന് നിന്റെ വീടിന്റെ വർക്ക് ഏരിയന്റെ അടുത്തുണ്ട്, ഞാൻ നിന്നെ പ്രേമിക്കുന്ന ഞാൻ വീടിന്റെ വർക്ക് ഏരിയന്റെ അടുത്തുണ്ട്. പെൺകുട്ടി പറഞ്ഞു പോ, ആരെങ്കിലും കാണും, പ്രശ്നവും, ഒന്ന് പോ. ചെക്കൻ പറഞ്ഞു ഞാൻ പോവില്ല, ഞാൻ നിന്നെ കാണാൻ വന്നതാ, ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാ, അതുകൊണ്ട് നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ, അവിടെ നീ ആ വാതിലൊന്ന് തുറക്ക്. പെൺകുട്ടി പറഞ്ഞു ഞാൻ തുറക്കൂല. ചെക്കൻ പറഞ്ഞു നീ തുറന്നില്ലെങ്കിൽ നേരം അവിടെ ഉണ്ടാവും, എന്റെ ഉമ്മ കാണും, ആൾക്കാർ കാണും, പ്രശ്നമാവും. ആ ചെക്കന് നോക്കാനൊന്നുമില്ല, ഉളുപ്പില്ലാത്ത ചെക്കനാണ്, ഒരു ഉളുപ്പില്ലാത്ത ഒരു ചെക്കനാ. പെൺകുട്ടിക്ക് അങ്ങനെയല്ല. ആ ഗ്രിൽസ് കട്ടിയുള്ള ഒരു പൂട്ടോണ്ട് ഉമ്മ പൂട്ടും. അങ്ങനെ ഉമ്മ കിടന്നു. ഈ കുട്ടി ഉമ്മ അറിയാതെ എഴുന്നേറ്റ് വന്നു. ആദ്യം ഡൈനിങ് റൂമിൽ നിന്ന് അടുക്കളയ്ക്കുള്ള വാതില് ഒച്ചയുണ്ടാക്കാതെ തുറന്നു. അടുക്കളയ്ക്ക് കിടന്നു. അടുക്കളന്റെ വാതിലും തുറന്ന് പേടിയോടുകൂടി രാത്രി 12 മണിക്ക് പുറത്തേക്ക് നോക്കിയപ്പോ വർക്കേരിയുടെ ഗ്രില്ലിനടുത്ത് നിൽക്കുന്നു വെളുത്ത ചിരിയുമായ ഒരു ചെക്കൻ.
അവൻ അങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു 2 മിനിറ്റും കൂടി ഉണ്ട്, 2 മിനിറ്റ്. പെൺകുട്ടി പറഞ്ഞു വേഗം പറഞ്ഞിട്ട് പോയിക്കോ, ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ പോരെ, വേഗം പോയിക്കോ. ചെക്കൻ പറഞ്ഞു ആയിട്ടില്ല, 12 മണിക്കല്ലേ അമ്മ പ്രസവിക്കുക, ഇപ്പൊ ലേബർ റൂമിലാ. ചെക്കൻ ഇങ്ങനെ നിൽക്കുക, 12 മണിയായി. ഈ ചെറുക്കൻ ഗ്രിൽസിനുള്ളിൽ കൂടി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. പെൺകുട്ടി പറഞ്ഞു താങ്ക് യു താങ്ക് യു, ഇനി പോയിക്കോ. ചെക്കൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റൂല, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. പെൺകുട്ടി പറഞ്ഞു വേഗം പോയിക്കോ, അവക്ക് എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞയക്കണം, ആരെയും കണ്ട പ്രശ്നമാവും. ചെക്കൻ പറഞ്ഞു ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഗിഫ്റ്റ് വർക്ക് ഏരിയ അവന്റെ കയ്യിലുള്ള ഗിഫ്റ്റ് അങ്ങനെ പൊക്കി. അപ്പൊ 1/2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കേക്ക് ഓളെ പേരൊക്കെ എഴുതി വാങ്ങിയാണ്, 350 ഉറുപ്പിക എടുത്താൽ കിട്ടും. ഓളെ പേരൊക്കെ എഴുതിയ കേക്ക് പൊന്നിച്ച് പറഞ്ഞു ഇതാണ് എന്റെ ഗിഫ്റ്റ്, ഇത് മുറിക്കണം, ബർത്ത്ഡേ അല്ലേ. ഈ പെൺകുട്ടി ആകെ പ്രശ്നത്തിലായി. നിങ്ങളൊക്കെ വീടിന്റെ വർക്ക് ഏരിയ ഉണ്ടാക്കുമ്പോൾ ഒരു കേക്കിനുള്ള ഗ്യാപ്പും കൂടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇത് തുറന്നു കൊടുക്കും, വലിയ ഇടങ്ങറാണ്. അപ്പൊ ഈ ബർത്ത്ഡേ ഒക്കെ ഉള്ളതുകൊണ്ട് സിനിമയും സീരിയലും അല്ലേ വീട്ടിൽ നിറച്ചു. അപ്പൊ ഈ വർക്ക് ഏരിയന്റെ ഏത് ഹോട്ടലിനുള്ളിൽ കൂടി ഈ സാധനം പോരൂല. അവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നതല്ലേ, നമുക്ക് ആഘോഷിക്കണ്ടേ, നീ ഈ ഗ്രിൽസ് ഒന്ന് തോക്ക്. പെൺകുട്ടി ഒന്നും മടിച്ചുവെങ്കിൽ പോലും അവന്റെ സ്നേഹത്തിന് മുമ്പിൽ മുട്ടുമടക്കി. ഫ്രിഡ്ജിന്റെ മുകളില് ഉമ്മ കൊണ്ടുവച്ച താക്കോലെടുത്ത് ആ പെൺകുട്ടി ആ ഗ്രിൽസ് തുറന്നു. ചെക്കനകത്തേക്ക് കയറി. വർക്ക് ഏരിയയിലെ ഉമ്മ പണിയൊക്കെ എടുക്കുന്ന സിങ്കിന്റെ അടുത്ത് കേക്ക് വെച്ചു. അടുക്കളായതുകൊണ്ട് ഒരു ഗുണമുണ്ട്, കത്തി അവിടെ തന്നെ കിട്ടും. ഒരു കത്തി എടുത്തിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മുറിച്ചിട്ട് അവള് ഒരു കഷ്ണാക്കിയിട്ട് അവന്റെ അണ്ണാക്കൊക്കെ തിരികെ കൊടുത്തു. ഇത് തീരണ്ടേ, ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂലല്ലോ. അതിങ്ങനെ തിന്നു കഴിഞ്ഞിട്ട് ഒരു കഷ്ണം മുറിച്ച് ചെക്കനെടുത്ത് ഓളെ അണ്ണാക്കൊക്കെ തിരികെ കൊടുത്തു. പെൺകുട്ടി പറഞ്ഞു ബാക്കിയുള്ള കേക്ക് വെച്ച് പോ. ചെക്കൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റൂല, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ, നീ എനിക്കൊരു ഗിഫ്റ്റ് തരണ്ടേ. രാത്രി 12 മണിക്ക് ഏത് പീടി ഉറക്കും ഗിഫ്റ്റ് തരാൻ? പെൺകുട്ടി പറഞ്ഞു നാളെ തരാം. പറ്റൂല പറ്റൂല, ഇപ്പൊ തരണം. അവള് പറഞ്ഞു എന്റെ അടുത്ത് ഒന്നുമില്ല. ഉറങ്ങാൻ കിടക്കുന്ന വസ്ത്രത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്, അവളെ കയ്യിൽ എന്താ ഗിഫ്റ്റ് എടുക്കാനുള്ളത്? ചെക്കൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഗിഫ്റ്റ് തന്നാ മതി. ഇവിടെ ആ ചെക്കനൊന്ന് പോയി കിട്ടാൻ ആ പെൺകുട്ടി അവന്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തു. ആ ഉമ്മ കിട്ടിയതും ആ പെൺകുട്ടി അവൻ ചുറ്റിപ്പിടിച്ചു. ഒരക്ഷരം പോലും മിണ്ടാൻ ആ കുട്ടിക്ക് കഴിയില്ല. കാരണം അവളെങ്ങാനും ഒച്ച വെച്ചാൽ വീട്ടുകാരറിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ആ പ്രശ്നം. അവള് തുറന്നു കൊടുത്തതാണ്. ആ ചെറുക്കനെ കൊണ്ടാവുന്നതെല്ലാം ചെയ്ത് 2-3 ഫോട്ടോയും എടുത്ത് ആ ചെക്കന് നല്ലൊരു ചിരിയുമായി സംതൃപ്തിയോടെ 350 ഉറുപ്പിക്ക് ഒരു കന്യകയായ പെൺകുട്ടിനെ കിട്ടുമോ? നിങ്ങൾക്ക് ഓന് കിട്ടി. ആ റൂമിന്റെ കുറ്റി തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങളെ മോളെ മനസ്സിൽ സ്വന്തത്തോടൊരു ഉത്തരവാദിത്തം വേണ്ടേ? വേണ്ടേ? ഏതോ ചെന്നായിക്കൊക്കെ വൃത്തിയിലും വെടുപ്പിലും നമ്മൾ നമ്മളെ മക്കളെ മണം പിടിച്ചു ചെന്നായിക്കളെ നോക്കാൻ ആ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മോളെ നിന്റെ ശരീരം, നിന്റെ മാനം, നിന്റെ അഭിമാനം നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി നമ്മള്. അവിടെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. സ്വന്തത്തിനോടൊരു ഉത്തരവാദിത്തമുണ്ട്. കഞ്ചാവിന്റെ ബീഡിയെടുത്ത് ചുണ്ടിൽ വെച്ച് വലിക്കുമ്പോ ആ ചെറുക്കന്റെ മനസ്സിൽ വരണം എന്റെ ശരീരം എന്റെ ഉത്തരവാദിത്തം. സിഗരറ്റ് വാങ്ങിയിട്ട് വലിച്ച് ചമയ്ക്കുമ്പോ ആ ചെറുക്കൻ മനസ്സിലാണ് അതിന്റെ ജീവിതം നശിപ്പിക്കുന്ന സാധനം. അതിന് സ്വന്തം ജീവിതത്തോട് ഒരു ഉത്തരവാദിത്തം പ്രതിബദ്ധത എന്നത് നമ്മുടെ യുവതലമുറ വളരെയാണ്. നമ്മുടെ ഒന്നാമത്തെ കടമയും കടപ്പാടും അതാണ്. നമ്മൾ വളർത്തുന്ന മക്കൾക്ക് സ്വന്തത്തോട് ഉത്തരവാദിത്വം കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, മക്കൾ കുളിച്ചു വരുന്നത് നോക്കി നോക്കുങ്ങളും. +2 പഠിക്കുന്ന ചെറുക്കൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവന്റെ കാലിന്റെ മടമ്പൊന്ന് നോക്കുങ്ങള്, കാലിന്റെ പിറകൊന്ന് നോക്കുങ്ങള്. 4 ദിവസം മുമ്പ് ഗ്രൗണ്ടിൽ പോയി അവൻ കളിച്ചപ്പോ അവന്റെ കാലിൽ പറ്റിയ ചെളി അവിടെ ഉണ്ടാവും. ഉമ്മ തുടച്ചു വെച്ച വെളുത്ത ടൈൽസിന്റെ മേലെ കൂടിയ കുളിച്ചു വരുന്ന ചെക്കൻ നടന്നാൽ അവന്റെ കാൽപ്പാടുകൾ ടൈൽസിന്റെ മുകളിൽ പതിയ. അതാ അവന്റെ വൃത്തി. അവന്റെ പല്ലൊക്കെ മഞ്ഞ കളറാ. ബ്രഷ് എടുത്ത് മരയ്ക്ക് പല്ലേക്കൂല, കുളിക്കൂല, കുളിച്ചാൽ വൃത്തിയാകൂല, മടമ്പൊന്ന് ഉരച്ചു തേച്ച് കഴുകൂല, നേരത്തിന് നിസ്കരിക്കൂല. എവിടെയാ നഷ്ടപ്പെട്ടു പോയത്? സ്വന്തത്തോട് ഉത്തരവാദിത്തമുണ്ട്. ഒരു കുട്ടിയെ വളർത്തുമ്പോ, യുവതലമുറയെ വളർത്തുമ്പോ അവന്റെ ഉത്തരവാദിത്തം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക്
പഠിപ്പിച്ചിട്ടുണ്ട്. 26 വയസ്സുണ്ട് ഒരു ചെക്കൻ, 26 വയസ്സ്. അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു, എഞ്ചിനീയറിംഗ് പാസ്സായി. 2 കൊല്ലം നമ്മുടെ നാട്ടിലിങ്ങനെ തിരിഞ്ഞളിച്ച്. അത് കഴിഞ്ഞ് ഖത്തറിലേക്ക് ജോലി കിട്ടിപ്പോയി. ഖത്തറിൽ ജോലി കിട്ടിയപ്പോ ഉമ്മയും ബാപ്പയും പറഞ്ഞു കല്യാണം നോക്കണം. ചെക്കൻ പറഞ്ഞു എനിക്കൊരു പഠിച്ച പെണ്ണ് മതി. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ചെക്കൻ നല്ല ഉഷാറാണ്, കാണാനൊക്കെ നല്ല അടിപൊളി, നല്ല കുടുംബം, നല്ല ജോലി, വിദ്യാഭ്യാസം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 22കാരി പെൺകുട്ടി. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചിട്ട് ജോലി കിട്ടി, തിരിച്ചു വന്ന് നിക്കാഹ് കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് 10 ദിവസം മാത്രം ഈ നാട്ടിൽ നിന്നിട്ട് അവൻ തിരിച്ചുപോയി ഖത്തർക്ക്. വെറും 10 ദിവസം. ഒരാണും പെണ്ണും പരിചയപ്പെടാൻ പോലും സമയം കിട്ടിയില്ല. ഖത്തറിലെത്തിയിട്ട് അവൻ വിളിച്ചിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഓളങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഖത്തറിൽ ഓൺ അറൈവൽ വിസയാണ്, താമസിക്കാൻ സൗകര്യം ഉണ്ടായാൽ മതി, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടായാൽ മതി. ഉമ്മ പറഞ്ഞു മോൻ കൊണ്ടേക്കോ, നിന്റെ കെട്ടിയോളല്ലേ, നീ കൊണ്ടേക്കോ, നിങ്ങൾ കൂടെ നിന്നില്ലല്ലോ. ആ പെണ്ണിനെ 3 മാസത്തെ ഒരു വിസ എടുത്ത് 3 മാസം കൊണ്ടത്തെ ഒരു അറേഞ്ച്മെന്റിന് ആ പെണ്ണിനെ അവൻ കൊണ്ടുപോവുക ഖത്തർക്ക്. 3 മാസം ഖത്തറിൽ ഇവന്റെ കൂടെ താമസിച്ചു ഈ പെൺകുട്ടി. 3 മാസം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്കും ഭർത്താവിന്റെ വീട്ടിലേക്കും ഒക്കെ ഒട്ടായും സാധനമൊക്കെ വാങ്ങി 2 പെട്ടിയിലാക്കിയിട്ട് ഈ പെൺകുട്ടി 3 മാസം കഴിഞ്ഞ് നാട്ടിൽ വരികയാണ്. ഭർത്താവിന്റെ വീട്ടിലേക്കാ വന്നത്. അവിടുത്തെ പെട്ടി അവിടെ കൊടുത്തു. 2 പെട്ടിയാ കൊണ്ടുവരാൻ പറ്റുക. തന്റെ വീട്ടിലേക്കുള്ള പെട്ടിയും എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് സാധനമൊക്കെ കൊടുത്ത്, മുട്ടായിയൊക്കെ അനിയത്തിമാർക്കൊക്കെ കൊടുത്ത് ഉമ്മ ചോദിച്ചു മോള് എന്നാ പോണ്? ഈ കുട്ടി പറഞ്ഞു ഉമ്മ ഞാൻ ഈ പോവില്ല. ഉമ്മ ചോദിച്ചു പോവില്ല? ഇല്ല, ആ ചങ്ങായിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല, ഞാൻ ഈ പോവില്ല. ഉമ്മ ചോദിച്ചു എന്താ പ്രശ്നം മോളെ, വിദ്യാഭ്യാസം ഉണ്ടോ? ഉണ്ട്. കാണാൻ ഭംഗിയില്ല? ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഞാൻ പോവില്ല. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ആകെ പ്രശ്നമായി. ഈ വീട്ടുകാർ ആ വീട്ടുകാരെ വിളിച്ചു, എന്താ പ്രശ്നം? ചെക്കന്റെ ഉപ്പ ഖത്തറിലുള്ള ചെക്കനെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. ചെക്കനോട് ചോദിച്ചു സത്യം പറഞ്ഞു, നീ എന്താ അവളെ ചെയ്തത്? അവൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല, അവള് മര്യാദയ്ക്ക് ഇവിടെ നിന്നതാണല്ലോ, 2 പെട്ടിയിൽ സാധനമായിട്ടല്ലേ ഉപ്പ അവള് വന്നത്, അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അപ്പൊ ഉപ്പ ചോദിച്ചു പിന്നെ എന്താ കാര്യം? അറിയില്ല. 10 ദിവസത്തെ എമർജൻസി ലീവ് എടുത്തു ആ ചെക്കൻ. വീണ്ടും തിരിച്ച് നാട്ടിലെത്തി. ഈ പെണ്ണിനെ കൂട്ടി. പെണ്ണ് പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ വരുന്നില്ല, ഒരു കംപ്ലൈന്റും ഇല്ല, ഞാൻ ഇല്ല, എന്നെ ഒഴിവാക്കി തന്നേക്ക്. ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി തീരുമാനമായിട്ട് തിരക്ക് പിടിച്ച് എന്റെ അടുത്ത് വന്ന് എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഞാനും ചോദിച്ചു ആ ചെക്കനോട് സത്യം പറഞ്ഞു, നീ എന്ത് കുരുത്തക്കേട കാണിച്ച്? ചെക്കൻ പറഞ്ഞു പൊന്നാര സാറേ ഞാനൊന്നും കാണിച്ചില്ല. ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ആ പെൺകുട്ടിയോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവളോട് ചോദിച്ചു എന്താ പ്രശ്നം? അവള് ചോദിച്ചു ഒരു പ്രശ്നമില്ല, എനിക്കൊന്നും സംസാരിക്കില്ല, എനിക്ക് ആ ചെക്കനെ വേണ്ട, ഞാൻ വേറെ കല്യാണം കഴിച്ചോളാം, അതിന് കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിച്ചിട്ട് ഈ പെൺകുട്ടി മറുപടി പറയില്ല. കുറെ ഞാൻ കിടന്ന് കുത്തിയപ്പോ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഒറ്റ വാക്ക്, എന്താണെന്നറിയോ? 2 ദിവസം നിങ്ങളൊന്ന് മൂപ്പരെ കൂടെ കിടക്ക്, 2 ദിവസം നിങ്ങൾ മൂപ്പരെ കൂടെ ഒന്ന് കിടക്ക്, എന്നിട്ട് നിങ്ങൾ പറയും ഞാൻ പോണം. ആ പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്നതാ. ഞാൻ ചോദിച്ചു ഇപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. കുട്ടി പറയാ പ്രശ്നമൊന്നുമില്ല സാറേ, 7:30 മണിക്കാണ് ഈ ചെക്കന് 7:30 മണിക്ക് ഈ ചെറുക്കന്റെ ഓഫീസിലേക്കുള്ള ബസ് വരും. അവൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ബസ് 7:30 മണിക്ക്. ഈ ബസ് വരുമ്പോ ഈ ചെറുക്കൻ 7:30 മണിക്ക് പുറത്തിറങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ബസ് കാത്തുക്കൂല, ബസ് പോകും, പിന്നെ ടാക്സിൽ പോകണം. 7:30 മണിക്ക് ബസ് വരുന്നതിന് ഈ ചെക്കൻ എഴുന്നേൽക്ക് 7:15. എഴുന്നേറ്റ് ഒരൊറ്റ ബാത്റൂമിക്ക്, തിരിച്ചൊരൊറ്റ റൂമിക്ക്, യൂണിഫോം എടുത്തിട്ട് ഒരൊറ്റ പുറത്തേക്ക്. അവൻ പോയതിനു ശേഷം ഈ പെണ്ണ് ബാത്റൂമിൽ കയറി വെക്കും, തോർത്ത് നനഞ്ഞിട്ടേ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അവൻ ഉപയോഗിക്കുന്ന ബ്രഷ് എടുത്തിട്ട് ഓള് കയ്യിൽ ഇങ്ങനെ അടിച്ചു നോക്കി, ഒരു തുള്ളി വെള്ളം അതിന്റെ മുകളിലില്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറയും ആരാ ഈ ചെക്കൻ? ആരാണിവൻ? എഞ്ചിനീയറാ, 1 ലക്ഷത്തിന് മേലെ ഖത്തറിന് ശമ്പളം വാങ്ങുന്ന വിദ്യാസമ്പന്നൻ. കുളിക്കൂല, പല്ലും തേക്കൂല. ഈ പെണ്ണെങ്ങനെ കൂടെ കിടക്കുക? വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞിട്ട് ഒറ്റ വരവാ, ആ ഷൂ മാത്രം അയച്ചു വെച്ച ഒരൊറ്റ കിടത്തവൻ കട്ടും വരും. ഈ പെണ്ണ് പറയാ രാവിലെ ആ പണ്ടാറം കുളിച്ചിട്ടില്ല, എന്നല്ല വൈകുന്നേരം വന്നാ ഒന്ന് കുളിക്കണ്ടേ? അതില്ല, അതിട്ട് കിടക്കുക, അതിന്റെ കൂടെ വേണം ഈ പെണ്ണ് കിടക്കാൻ. ഈ പെണ്ണ് എന്നോട് പറഞ്ഞു 2 ദിവസം നിങ്ങളൊന്ന് കൂടെ കിടക്കുക. ഇനി 26 വയസ്സുള്ള എഞ്ചിനീയറിംഗ് ബിരുദമുള്ള 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഈ ചെക്കനോട് ഞാൻ പറയണം എന്ത് മോനെ
കുളിക്കണം കേട്ടോ, പല്ല് വെക്കണം കേട്ടോ, ബാക്കിയൊക്കെ പിന്നെ. ആ പെൺകുട്ടി പറഞ്ഞു മൂത്രമൊഴിക്കുന്നുണ്ട്, കാരണം ഫ്ലഷ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ അതെങ്കിലും ഉണ്ടല്ലോ. സ്വന്തം ജീവിതത്തോട്, ശരീരത്തോട്, സ്വന്തത്തോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കുക എന്നതാണ് യുവതലമുറയോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കടമയും കർത്തവ്യവും. ഇന്നത്തെ യുവതലമുറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തമാണെന്ന് ഓർക്കണങ്ങള്. അവിടെയാണ് ഒരു കുട്ടിക്ക്, എന്റെ മോക്ക്, എന്റെ മോന് ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താ? വിദ്യാഭ്യാസം കൊടുത്തോള് കുഴപ്പമില്ല. എന്താ? സ്വന്തത്തോട് ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോൾ ചിലതുണ്ടാകും. ഒന്ന് അടുക്കും ചിട്ടയും. ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടോ? വൃത്തിയും വെടിപ്പും ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. 2018 ജൂലൈ മാസത്തിലാണ് ഞാനും നിങ്ങൾ പത്രത്തിൽ വായിച്ചത്, വാട്സപ്പില് മരണ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി 3 ആൺകുട്ടികൾ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന്. എന്റെ അടുത്തിന്റെ ന്യൂസ് നിങ്ങൾ വായിച്ചു കാണും. 3 ചെക്കന്മാര് ആത്മഹത്യ ചെയ്യാണ്. ഒരു ചെക്കൻ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വാട്സപ്പിലെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാണ്, ഞാൻ പോകുന്നു. എങ്ങോട്ടാവും പോണത്? ഊട്ടിക്കോ? ആത്മഹത്യ ചെയ്ത് പോവുക. ചെക്കന്റെ മെസ്സേജാ, ഞാൻ പോകുന്നു. രണ്ടാമത് ആത്മഹത്യ ചെയ്ത ചെക്കൻ തൊട്ട് പുറകെ മെസ്സേജ് ഇടുകയാണ്, എന്താ? ഇൻഷാ അല്ലാഹ് ഞാൻ വരും പെട്ടെന്ന് നിന്റെ അടുത്തേക്ക്. അങ്ങനെ ഊട്ടിയിൽ ഇങ്ങനെ കാത്തിക്കുക, മറ്റൊന്നങ്ങോട്ട് വരിക. ഇതെങ്ങട്ടായി പോണത്? പരലോക ചിന്തയില്ലാത്ത മക്കള്. സ്വന്തത്തോട് ഉത്തരവാദിത്തമുള്ള മക്കൾക്ക് പരലോകത്തിന്റെ ചിന്ത ഉണ്ടാകും. അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താ? സ്വന്തത്തോട് ഉത്തരവാദിത്തം ഉണ്ടാക്കണം മക്കൾക്ക്. അതിൽപ്പെട്ടതാണ് നേരത്തെ മുജാഹിദ് ബാലുശ്ശേരി നിങ്ങളോട് പറഞ്ഞ ദൈവബോധം ഉൾപ്പെടെയുള്ളത്. ഞാൻ പല്ലുവെക്കുന്നുണ്ട്, എന്തിനാ? എനിക്ക് വൃത്തിയാവാൻ. ഞാൻ കുളിക്കുന്നു, എന്തിനാ? എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ? അല്ല, എനിക്ക് വൃത്തിയാവാൻ. ഞാൻ രാവിലെ സുബഹിക്ക് പള്ളി പോകണം, എന്തിനാ? ഞാൻ വേണ്ട ഉത്തരവാദിത്തം അത് നമുക്ക് ഉമ്മയെ സ്നേഹിക്കാത്ത ഈ ലോകത്താരെയും സ്നേഹിക്കാൻ കഴിയില്ല. പിടിച്ച് കൂടെ വരുന്ന ഒരാണിന് പറയാൻ വിശ്വസിക്കാൻ മാതാപിതാക്കൾക്ക് കണ്ണീർ കൊടുത്തിട്ട് ഒരു പെണ്ണിനെ കൈ പിടിച്ചിട്ട് ഞാൻ ജീവിതം തരാൻ പറയണം. ആ പെണ്ണിനെ സ്നേഹിക്കാൻ പുരുഷന് ഈ ലോകത്തൊരു പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വേണ്ടത്. ഉമ്മയോട് സ്നേഹം, യുവതലമുറക്ക്, ആധുനിക തലമുറക്ക് നഷ്ടപ്പെട്ടു പോകുന്ന യഥാർത്ഥ കാര്യമാണ്. അപ്പൊ ഒരു ബാബക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്, ഉമ്മക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് ആരാണ്? മുകളിലേക്ക് പ്രായമുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയുണ്ട്. വയസ്സായ വെല്ലുവിളിപ്പിൽ അവരിങ്ങനെ പറഞ്ഞത് തന്നെ പിന്നെയും പറയും. പണ്ടൊക്കെ പേരക്കുട്ടികൾക്ക് ഒരു 8ലും 9ലും 10ലും പഠിക്കുന്ന പേരക്കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെല്ലിപ്പനി വെല്ലിമനിയാണ്. ഇന്ന് 8 പഠിക്കുന്ന കുട്ടി വെല്ലിപ്പനി വെല്ലിമനിയും പറയും, വെറുപ്പിക്കടി വരും എന്നാ പറയാം. നിങ്ങൾ എടുത്തു നോക്ക്. നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊന്ന് പറയാ, ഈ വെല്ലിപ്പ വലിയ ശല്യാട്ടോന്ന്, അടുത്തിരുത്തിയിട്ട് മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ കോതി കൊടുത്തിട്ട്, മോളെ നോക്കിയാ നല്ല കുട്ടിയാണ് കേട്ടോ, മുടിവിട് 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 തുടങ്ങി ഉപദേശം കുട്ടി പറയും വല്യമ്മനോട്. അവർക്ക് തീരെ ക്ഷമയില്ല.
മാതാപിതാക്കളോട് ഉത്തരവാദിത്വം ഇല്ല. പിന്നെ എന്താ ഈ കുട്ടികൾ ഇങ്ങനെ? മൂന്നാമത്തെ ഉത്തരവാദിത്വം എന്താ നിങ്ങൾക്ക്? സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. മൂന്നാമത്തെ ഉത്തരവാദിത്തം ഈ +2 പഠിക്കുന്ന, 8 പഠിക്കുന്ന, 10നും 12നും ഡിഗ്രിക്കും പഠിക്കണം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സമൂഹത്തോടൊരു ഉത്തരവാദിത്തം ഉണ്ട് നമുക്ക്, അയൽവാസിയോട് ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. ഇത് ഈ ഫോണും പിടിച്ചിട്ട് തന്നിലേക്ക് മാത്രം ഒതുങ്ങി ഒരു ഉത്തരവാദിത്തത്തെയും നിർവഹിക്കാത്ത മക്കള്. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കടമയും നമ്മുടെ കർത്തവ്യവും ഒക്കെ യുവതലമുറയോട് നാം നിറവേറ്റേണ്ടത്. ഇത് ഉണ്ടാക്കി കൊടുക്കണം. ഗൾഫില് ഷാർജയില് ചെറുപ്പം മുതൽ മക്കളെയുമായി ഷാർജയിൽ താമസമാക്കിയ ഒരു ബിസിനസ്സുകാരൻ, കോഴിക്കോട് വീട്, ഷാർജയിലെ ബിസിനസ് നല്ല കയ്യിൽ, നാട്ടില് പുതിയ വണ്ടിയുണ്ട്, അടിപൊളി വീടുണ്ട്, എസിയും സൗകര്യങ്ങളും ഉണ്ട്. ഷാർജയിലെ ബിസിനസ് ഒന്ന് ഡൗൺ ആയപ്പോ അയാൾ തീരുമാനം എടുത്തു, മക്കളൊക്കെ നാട്ടിൽ 3 മാസം കൂടുമ്പോ 2 മാസം കൂടുമ്പോ അയാൾക്ക് നാട്ടിൽ വരാം. ബിസിനസ്സുകാരനാണ്. ഭാര്യയും മക്കളെയൊക്കെ നാട്ടിൽ നിർത്തിയിട്ട് ഈ മനുഷ്യൻ ഇടക്കിടക്ക് ഇങ്ങനെ വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കുട്ടികൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഷാർജയിലെ ജീവിതവും കേരളത്തിലെ ജീവിതവും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കുട്ടികളാകെ പ്രശ്നം ഉണ്ടാക്കാണ്, പലതും ആവശ്യപ്പെട്ടാണ്. അപ്പൊ ഈ മനുഷ്യൻ ആലോചിച്ചു എന്താ ചെയ്യാൻ കുട്ടികളെ. ഒരു ദിവസം ഇയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? മക്കളെ കാറിൽ കയറ്റി നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വന്നു. അവിടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി നിർത്തി. മക്കളെ മുഴുവൻ ഇറക്കിയിട്ട് കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങി. ഒന്നാമത് നടന്നത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്താണ്. അവിടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിശന്ന് കഷ്ടപ്പെടുന്നവരെ കണ്ടു. അതില് കിടന്നുറങ്ങാൻ ഒരു കൂര പോലും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ബ്രിഡ്ജിന്റെ താഴത്ത് ആകെ ചെളി ഒട്ടിപ്പിടിച്ച ശരീരവുമായി മുറികളിൽ വ്രണമുള്ള മുറിയിൽ ഈച്ചയിരിക്കുന്ന വ്രണവുമായിട്ട് അവിടെ കഴിയുന്ന മക്കളടുത്തേക്കൊന്ന് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ മനുഷ്യന്മാരാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണിച്ചു കൊടുത്തു, ഇതൊക്കെ മനുഷ്യന്മാരാണ്. കണ്ടോ? എന്നിട്ട് കോഴിക്കോട് ഒരു ഹോട്ടലുണ്ട്, അതിന്റെ പേര് റഹ്മത്ത് ഹോട്ടൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഹോട്ടലിൽ നല്ല ബീഫ് ബിരിയാണി കിട്ടും. ആ റഹ്മത്ത് ഹോട്ടലിൽ ചെന്ന് ഈ ബാപ്പ കുറച്ച് ബിരിയാണി പൊതികൾ വാങ്ങി. ഒരു 10-15 പൊതികൾ ബിരിയാണി പൊതിയാക്കി വാങ്ങി. എന്നിട്ട് ആ പൊതിയാക്കിയ ബിരിയാണിയുമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് ആർത്തി പൂണ്ട ആളുകളുടെ ഇടയിലേക്കാണ് ചെന്നത്. മക്കളെ പൊതി വെച്ച് കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞു, കൊടുക്കവർക്ക്. ആ ബിരിയാണിന്റെ മണമടിച്ച് ആർത്തിയോടെ അത് വാങ്ങിയിട്ട് പൊതിയഴിച്ച റോട്ടിൽ തന്നെ വെച്ച് അത് വാരി തിന്നുമ്പോൾ മൂക്കുമ്പലും ചുണ്ടുമ്പലും ഒക്കെ അത് പറ്റുന്നത് പോലും അറിയാതെ ജടപിടിച്ച താടിയിൽ മുഴുവൻ ചോറ് വെച്ചിങ്ങനെ ആർത്തിയോടെ വാരി തിന്നുമ്പോ എല്ലൊക്കെ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നുമ്പോ ഇതിങ്ങനെ നോക്കി നിൽക്കാണ് ഷാർജയിൽ വളർന്ന ഈ മനുഷ്യന്റെ മക്കള്. അയാൾ പറഞ്ഞു കൊടുത്തു, കണ്ടടാ മക്കളെ, എന്തൊരു ടേസ്റ്റോട് കൂടിയ ആ ബിരിയാണി ഒരു വാരി തിന്നത്, നിങ്ങൾക്കൊക്കെ എപ്പോഴും കുറ്റല്ലേ എന്ന്. അയാൾ എന്നോട് പറയാണ്, എന്റെ മക്കൾ ഇന്നേ വരെ ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല, എന്റെ മക്കൾ ഇന്നേ വരെ എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ല. അയാൾക്ക് ഇപ്പൊ എന്താ പണി എന്നറിയോ? ഓരോ വരവിനും അയാൾ പോകും. പുളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പുളിക്കൽ. അവിടെ ഷെൽട്ടർ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. പദ്ധതികളുണ്ട്. അവിടെയൊക്കെ ബന്ധപ്പെടുന്ന മനുഷ്യന് ഒരു ബാത്റൂമിൽ പോവാൻ ഒരു കക്കൂസ് പോലും ഇല്ലാതെ പരപ്പനങ്ങാടിയിലെ കടപ്പുറത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്, ഓലക്കുടിലുകളിൽ കഴിയുന്നവർ. ആ മനുഷ്യന്മാരെടുത്തേക്കാണത്രേ ആ മനുഷ്യൻ പോയിട്ട് ഈ വരുത്തിന് കുട്ടികളെ കൊണ്ടുപോയത്. അയാൾ എന്നെ വിളിക്കും, എന്നോട് പറയും, സാറേ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് വന്നു. എവിടെ ടൂർ പോണെന്ന് അറിയോ? ഈ പാവങ്ങളുടെ അടുത്തേക്ക്. ജീവിതത്തിന്റെ പൊലിപ്പുകൾ മാത്രം കണ്ടു വളർന്ന മക്കൾ അവർ ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ഓർമ്മ ഉണ്ട്. എന്താണെന്നറിയോ? പടച്ചോനെ, ഞങ്ങൾക്ക് നീ തന്നത് വലിയ അനുഗ്രഹമാണെന്ന്. ഒരു കുട്ടിയിൽ എല്ലാം വാങ്ങിക്കൊടുത്തും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ പറയുന്നിടത്ത് അവരെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ മക്കൾ അറിയാതെ പോകുന്ന ഒരു കറുത്ത ജീവിതമുണ്ട്. അതുകൂടി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. യത്തീംഖാനയിലേക്ക് അല്പം ഭക്ഷണവും മധുരപലഹാരവും വാങ്ങി മക്കളെ കയ്യും പിടിച്ച് കൊണ്ടുപോകണങ്ങള്. അപ്പോഴാ ഞങ്ങളെ കുട്ടിക്ക് സ്വന്തത്തോട് ഉത്തരവാദിത്തം ഉണ്ടാവുക. നോക്ക്, ഈ ഷെൽട്ടർ ഒരുപാട് പാവപ്പെട്ട യത്തീം കുട്ടികളായ മക്കളെ സംരക്ഷിക്കുന്നുണ്ട്. ഇവരുടെ സംഗമം വെക്കും. ആ
സംഗമത്തിൽ ഞങ്ങളൊക്കെ പോയി ക്ലാസ് എടുക്കും. ദൈന്യതയുള്ള മുഖവുമായി മക്കള്. കാരണം ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടവരവര്. ബാപ്പല്ല, ഉമ്മല്ല, ബാപ്പ ഉമ്മയില്ലാത്തവര്. ഇവരുടെ ഒക്കെ സംഗമത്തിലേക്ക് നിങ്ങളുടെ മക്കളും കൂട്ടിക്കൊണ്ട് പോകണം. യത്തീംഖാനയിലേക്ക് മക്കളെ കൊണ്ടുപോകണം. കയ്യും കാലും ഇല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ നടന്നു പോകുന്നവന്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഇതെന്താ സ്ഥിതി എന്നറിയോ? നമുക്കൊന്നുമില്ലെങ്കിലും അരമുറുക്കി പട്ടിണി കിടന്നാലും മക്കൾ പറയണത് വാങ്ങിക്കൊടുത്തിട്ട് അവര് ബ്രാൻഡാണ്, അവരിടുന്ന സോക്സ് ബ്രാൻഡാണ്, ഷൂ ബ്രാൻഡാണ്, അണ്ടർവെയർ ഉൾപ്പെടെ ബ്രാൻഡാണ്. മക്കൾക്ക് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക, മക്കൾ ജീവിക്കട്ടെ എന്ന്. അങ്ങനെ ജീവിച്ച് എല്ലാം കിട്ടുമ്പോൾ ഈ കുട്ടിക്ക് കിട്ടാതെ പോകുന്ന സ്വന്തത്തോടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ മോക്ക് ബാപ്പാന്റെ വില ബാപ്പ ഇല്ലാത്ത ഒരു മോളെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക. കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വില അറിയുള്ളൂ. അപ്പോഴാ മക്കൾക്ക് ബാപ്പനോട് ഇഷ്ടം തോന്നുക. നിങ്ങൾ എപ്പോഴെങ്കിലും മക്കളെ വളർത്തുമ്പോൾ ഇത്തരം ഒരു കാഴ്ചയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെങ്ങട്ടാ പോവുക? ഊട്ടി, പിന്നെ കേട്ടാ കൊടൈക്കനാൽ, പിന്നെ കേട്ടാ ഹൈലൈറ്റ് മാൾ. ഇവിടെ ഒന്നും ഒരു പാവില്ല, ഒരു പട്ടിണിക്കാരനുമില്ല, ജീവിതത്തിന്റെ പളപളപ്പുകൾ മാത്രം. എന്നിട്ട് നമ്മളെ കുട്ടികളോ ഇതൊക്കെ ഒരുക്കി കൊടുത്താലും കംപ്ലൈന്റ് ബാക്കി. ബാപ്പൻക്ക് അത് വാങ്ങി തന്നില്ലല്ലോ, കുട്ടീന്റെ കംപ്ലൈന്റാണ്. എന്താ ബാപ്പക്ക് ഒരു മൊബൈൽ വാങ്ങി തന്ന? ബാപ്പാക്ക് എന്താ എനിക്കൊരു നൈക്കിന്റെ ഷൂ വാങ്ങി തന്ന? ബാപ്പാക്ക് എന്താ എനിക്കൊരു ബ്രാൻഡ് ഷർട്ട് എടുത്തന്ന? ബാപ്പ മറുപടി പറയണം കുട്ടീനോട്. എന്താ മറുപടി? ഈ മോനെ ലോകത്ത് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന്. അപ്പൊ സ്വന്തം ജീവിതത്തോട് ഉത്തരവാദിത്തം, ആ ജീവിതം തിരിച്ചറിവുള്ള മക്കളുണ്ടാവും. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവും, മാതാപിതാക്കളെ വിലമതിക്കുന്ന മക്കളാവണം. ഞാൻ എന്തായി പറയണമെന്നറിയോ? യുവതലമുറ വഴി പോവാനുള്ള കാര്യങ്ങളായി പറയുന്നത്. ഇനിയോ ഒന്നുകൂടി പറയാം. എന്താണെന്നറിയോ? അവര് മൊബൈലിലേക്ക് ജനിച്ചു വിടാൻ, നമ്മൾ മൊബൈലിലേക്ക് ചേക്കേറിയവരാണ്. ഞാനൊന്നും ചെറുപ്പത്തിൽ മൊബൈൽ ഉപയോഗിച്ചില്ല. മക്കളെ ജനിച്ചു വീണവരാണ്. അവരുടെ പ്രത്യേകത എന്താ? അവർ പെട്ടെന്ന് ബന്ധങ്ങൾ സ്ഥാപിക്കും മൊബൈൽ വഴി. അപ്പോഴോ അതിനേക്കാളും ഊഷ്മളമായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ആൺകുട്ടിയെ കുറിച്ച്, ഞാൻ ചെറിയ മക്കളെ കുറിച്ചല്ല പറയുന്നത്, വലിയ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ഒരു 8ാം ക്ലാസ്സിന് മുകളിലേക്കുള്ള മക്കളെ കുറിച്ചാണ് പറയുന്നത്. അതാണല്ലോ എന്റെ വിഷയം, യുവതലമുറ. പക്ഷെ ഇതൊക്കെ കുട്ടികളല്ലേ. ഞാൻ പറഞ്ഞത് 8ാം ക്ലാസ്സിന് മുകളിലേക്കുണ്ടോ? ആ മക്കളെ കുറിച്ച്, ആൺകുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട്. എന്താ നിങ്ങളെ കംപ്ലൈന്റ്? ഈ ചെറുക്കൻ നേരത്തെ വീട്ടിൽ വരില്ല ഇല്ലേ? കംപ്ലൈന്റ് ഇല്ലേ? മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ചെക്കൻ വീട്ടിലെത്തില്ല, ഇശാ കഴിഞ്ഞാലും വീട്ടിലെത്തില്ല. എവിടെ ഈ ചെക്കനുള്ളത്? അങ്ങാടിയിൽ ഒടിഞ്ഞു തൂങ്ങിയ ഒരു പോസ്റ്റ് എല്ലാം കൂടി ഒരു കല്ലിന്റെ മുകളിൽ എടുത്തു വെച്ച് ആ പോസ്റ്റും അങ്ങനെ ഇരിക്കുക. കൂടെ കുറെ ചെക്കന്മാരുണ്ട്. അതെന്താ അങ്ങനെ? അതെന്താ? ബാപ്പ പറയണ മോനെ 1.5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് ബാപ്പ വാങ്ങിയ സോഫ ഉണ്ട് വീട്ടില്, ഇത്ര കട്ടിയുള്ള സ്പോഞ്ചാ, അതിന്റെ മുകളിൽ ഇരുന്ന അങ്ങനെ താന്നു പോകും. ഇതൊരു സുഖാന്നറിയോ? ഇവിടെ ഇരിക്കണേ മോനെ. ചെക്കൻ പറ എവിടെ ഇരിക്കൂല ഞാൻ, എനിക്ക് ആ പോസ്റ്റ് മതി. ഒരു പൊടി പോലും കിടക്കാതെ കൃത്യമായി റൂമുണ്ടാക്കി മുറ്റമൊക്കെ കല്ല് പതിച്ച് ഒരു പൊടി പോലും കയറാതെ ഫാനിട്ട് സുഖമായിട്ടിരിക്കുക. എനിക്കിവിടെ മതി, അങ്ങാടി മതി. എന്തേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നില്ല? എന്തേ അവര് സ്കൂൾ വിട്ടിട്ട് വേഗം വീട്ടിൽ വരുന്നില്ല? ഉത്തരം കിട്ടും നിങ്ങൾക്ക്. അവൻ വീട്ടിലെത്തുമ്പോ അവര് വേണ്ടത് കിട്ടില്ല. അതെന്താ? ഭക്ഷണം അല്ല, പിന്നെ അവന് ഊഷ്മളമായൊരു അന്തരീക്ഷം വേണം, ഉമ്മ ചിരിക്കുന്ന ഉമ്മ വേണം, അവനോട് സൗഹൃദം സ്ഥാപിക്കണം. ഈ തലമുറയുടെ ഒരു പ്രത്യേകത, അവര് വല്ലാണ്ട് കൊതിക്കുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പേര് സ്നേഹം എന്നല്ല, അല്ല, അതിന്റെ പേര് സൗഹൃദം. സൗഹൃദം, പ്രേമം ഒരു സൗഹൃദമാണ്, കൂട്ടുകെട്ട് ഒരു സൗഹൃദമാണ്. 8 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ടത് സ്നേഹമല്ല, സൗഹൃദം. അപ്പൊ 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എന്താ? സ്നേഹമല്ല, സൗഹൃദം. സൗഹൃദത്തിൽ സ്നേഹം ഉണ്ടാവും. ബാപ്പയോ സൗഹൃദമാണ്. സൗഹൃദമാണ് ഒരു മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവി കൊതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ആ സൗഹൃദം ആ കുട്ടിയോട് പുലർത്തിയാൽ, കുട്ടി നിങ്ങളെ സുഹൃത്തായി കണ്ടാൽ
നിങ്ങൾ പറയണത് കുട്ടി കേൾക്കും. ഇപ്പൊ കുട്ടി ആര് പറഞ്ഞാ കേൾക്കണേ? അവന്റെ സുഹൃത്ത്. സുഹൃത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സൗഹൃദമുള്ളവൻ. കുട്ടി ആരോടാ സങ്കടം പറയണേ? സുഹൃത്ത്. എന്താ? ഉമ്മ ഫോൺ ചെയ്ത് നോക്കുക. ആർക്ക്? മോന്റെ സുഹൃത്തിന്. എടാ ഓൻ എന്റെ കൂടെ ഉണ്ടോ? ഉണ്ട് ഉമ്മ. മോനോടൊന്ന് നല്ല കുട്ടിയാവണമെന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ആര്? ഈ. അപ്പൊ ഉമ്മക്ക് എന്താ പണി? ഉമ്മക്ക് റോളില്ല. കാരണം എന്താ? സുഹൃത്ത് പറഞ്ഞാൽ കേൾക്കും. അതെന്തുകൊണ്ടാ? അവർക്ക് സൗഹൃദമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും ഇല്ല. എന്തുകൊണ്ട്? സൗഹൃദമില്ല. ബാപ്പ കാണുമ്പോ എവിടെയാടാ? മോൻ പറയും എന്ത്? എവിടെ? അപ്പൊ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഒക്കെയാണ്. കുട്ടികൾ വലുതായാൽ അവർക്ക് വേണ്ടത് സൗഹൃദമാണ്. പെൺകുട്ടിക്കോ സുഹൃത്താണ് ഉമ്മ. ഈ രൂപത്തിലേക്ക് മാറ്റപ്പെടാതെ നമുക്ക് യുവതലമുറയെ പിടിച്ചാൽ കിട്ടൂല. ഇനിയോ? ഇനി അടുത്തതെന്താ? ഒരു ബേസിക്കലി ഒരു സാമൂഹ്യ ജീവിതം വീട്ടിനകത്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. കൂട്ടരെ, ഞാൻ ചുരുക്കാണ്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാൻ നിസ്കരിച്ചില്ല നമ്മള്. ഞാനത് 3 ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഒതുക്കാം. യുവതലമുറയോടുള്ള കടമയും കർത്തവ്യവും 3 ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഒതുക്കാം. അതിലൊതുങ്ങും, അവിടെ നിർത്തും. 1 സി. 3 സി. യുവതലമുറ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള 3 സി. ഒന്നാമത്തെ സി. 4ാമത്തെ ഒരു സി ഞാൻ അവസാനം പറഞ്ഞിട്ടോ, അത് സിലബസിൽ ഇല്ലാത്ത സി ആണ്. അപ്പൊ 1ാമത്തെ സി എന്താണ്? നിങ്ങൾക്ക് ക്ലിയർ എന്നതാണ്. ശ്രദ്ധ. യുവതലമുറക്ക് ഏറ്റവും വേണ്ടത് ശ്രദ്ധയാണ്. പ്രിയമുള്ള ഉമ്മമാർ ശ്രദ്ധിക്കണം. ആര്? ആൺകുട്ടിയെ, പെൺകുട്ടിയെ. ആൺകുട്ടിയുടെ പാന്റും കുപ്പായും തിരുമ്പാനെടുക്കുമ്പോ എടുത്താണ് അങ്ങോട്ട് വാഷിംഗ് മെഷീൻ ഇടരുത്. എത്ര നല്ല മക്കളാണെങ്കിലും സാഹചര്യം മക്കളെ തെറ്റിച്ചു കളയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കുട്ടിന്റെ പാന്റിന്റെ പോക്കറ്റ് പുറത്തേക്ക് വലിക്കണം. ഇങ്ങനെ വലിച്ചാണ്ട് പുറത്തേക്ക് കിട്ടും. മണത്ത് നോക്കണം. സിഗരറ്റിന്റെ മണുണ്ടോ? വേറെന്തെങ്കിലും മണുണ്ടോ? വേണ്ട. ബബിൾക്കത്തിന്റെ മണം അമിതമായി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കണം. എപ്പോഴും ബബിൾക്കം തിന്നുന്ന കുട്ടി സിഗരറ്റ് വലിക്കുന്നു എന്ന് ഉറപ്പാണ്. ഈ ബബിൾക്ക് അങ്ങനെ വെറുതെ തിന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരും തിന്നില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് മകൻ അമിതമായി ബബിൾക്കം കഴിക്കുന്നു. അവന്റെ പോക്കറ്റിൽ എപ്പോഴും മിഠായിണ്ട്. അവന്റെ ബാഗില് സ്പ്രേ ഉണ്ട്. സ്കൂൾ ബാഗ് തപ്പി നോക്കിയപ്പം ഒരു സ്പ്രേ സ്കൂൾ ബാഗില്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളെ കുട്ടി സിഗരറ്റ് വലിക്കുന്നുണ്ട്. ശ്രദ്ധ പോകുന്നതാണ് മക്കൾ തെറ്റിപ്പോവാനുള്ള കാരണം. പെൺകുട്ടിയോ? ഉമ്മയും ബാപ്പയുമായി അടുപ്പമുള്ള പെൺകുട്ടി അടുപ്പം കുറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ മക്കൾ അഴിഞ്ഞു തുടങ്ങുന്നു. ശ്രദ്ധ വേണം ഉമ്മക്കും ബാപ്പക്കും. നോക്കുങ്ങള്, ആ കുട്ടിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു ഉമ്മനെ, എല്ലാം ഉമ്മനോട് പറയും. ഇപ്പൊ ഒരു ബന്ധമില്ല, എപ്പോഴും റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ പെൺകുട്ടി തെറ്റിപ്പോവുക എപ്പോഴാ? ആൺകുട്ടി തെറ്റിപ്പോവുക എപ്പോഴാ? ആൺകുട്ടി തെറ്റിപ്പോണത് അവന്റെ തലയിൽ നോക്കിയാൽ മനസ്സിലാവും. മുടി ഡിസൈൻ മാറും. അവന്റെ മുടി ഇങ്ങനെ പ്രത്യേക ഡിസൈനിൽ നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞിന് കഥ. പെൺകുട്ടി എപ്പോഴാ തെറ്റിപ്പോവാറ്? നിങ്ങൾക്ക് ഓളെ കണ്ണെഴുത്തിന്റെ കട്ടൊക്കെ ഒന്ന് കൂടും. ഒക്കെ കൂടി കൺമഷിന്റെ കുപ്പിയിൽ കണ്ണുകണ്ട് മുക്കിയെടുക്കും. ഒരു വാലൊക്കെ ഉണ്ടാവും. ഓളെ ഒരുക്കൊക്കെ ഒന്ന് കൂടും. എന്നിട്ട് നിങ്ങള് മക്കനക്കൊക്കെ ഒരു മൂർക്കം പാമ്പിന്റെ പത്തി പോലെ ഉണ്ടാവും. ഇങ്ങനെ 5-8 സ്റ്റെപ്പ്. എന്നിട്ടൊരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ ഒരു മക്കനോ നായിട്ട് ഇങ്ങനെ വിരിഞ്ഞിക്കണേ, ഇവിടൊക്കെ ഒന്ന് പൊന്തിക്കണേ. നോക്കണം, ആ പെൺകുട്ടിയുടെ മഫ്ത ചുറ്റലിന്റെ സ്റ്റൈല് മാറിയാൽ, അവളുടെ വസ്ത്രത്തിന്റെ ഇറുക്കം കൂടിയാൽ, അവൾക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടിയാൽ, ഒന്നും നോക്കണ്ട, ആ കുട്ടിക്ക് പ്രേമുണ്ട്. നിങ്ങളെ പെൺകുട്ടികളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു ഉമ്മ കുട്ടീനെ കൊണ്ടുവരിക. എന്നിട്ട് ഉമ്മ എന്നോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ മാറ്റം ഉണ്ടാവുന്നു, എന്റെ കുട്ടിക്ക് എന്തോ മാറ്റമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ മാറ്റം? ഓള് മുമ്പത്തെ മുടി ഇങ്ങോട്ട് ഇട്ടേണ്ടത് വെട്ടിയാണ്. ഇവരിപ്പോ എപ്പോഴും മുമ്പത്തെ മുടി ഇങ്ങോട്ട് ഇട്ടേണ്ട ഇത് വെട്ടി, അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ട് തൂങ്ങിക്കൊല്ലോ. എന്നിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇതിങ്ങനെ ഇട്ടിട്ട് തട്ടൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇതിങ്ങനെ പോന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു പെൺകുട്ടി തെറ്റിപ്പോയപ്പോഴാ വസ്ത്രം, മേക്കപ്പ്
ഒരുക്കം ഇതിങ്ങനെ കൂടും. ആൺകുട്ടിയോ അവന്റെ മുടി, കൂട്ടുകെട്ട്, ഡ്രസ്സ്. ഇപ്പൊ ആൺകുട്ടിന്റെ ഡ്രസ്സൊക്കെ കുപ്പായൊക്കെ പോയി, ഇപ്പൊ ബ്ലൗസാ. ആൺകുട്ടിക്ക് ഇപ്പൊ ബ്ലൗസാ. കണ്ടില്ലേ? കൈ പൊക്കിയാല് അടിയിലുള്ള ആൾക്കാരിങ്ങനെ വായിക്കും, അല്ലെ? ജോക്കി അങ്ങനെ വായിക്കും. പെൺകുട്ടി ഇപ്പം ബ്ലൗസാ. ആൺകുട്ടി ബ്ലൗസാ, പെൺകുട്ടി ഇപ്പം കുപ്പായ. ആൺകുട്ടിന്റെ കുപ്പായൊക്കെ പെൺകുട്ടി അടുത്തേ. പഴയ സ്റ്റോക്കൊക്കെ പെൺകുട്ടിയാക്കാം, പുതിയ സ്റ്റോക്ക് ആൺകുട്ടിയാക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കുട്ടി യുവതലമുറ തെറ്റിപ്പോകുമ്പോൾ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും. ഈ സൂചനകൾ കാണാതെ പോകുമ്പോഴാണ് ഈ കുട്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലെത്തുക. അപ്പൊ ഒന്നാമത്തെ കടമ എന്താ? ശ്രദ്ധ, കെയർ. എളുപ്പമാണ്. നല്ല ശ്രദ്ധ. ആൺകുട്ടിയെ ശ്രദ്ധിക്കണം, പെൺകുട്ടിയെ ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ ഉമ്മ ഇരിക്കണം. ഉമ്മയുടെ ശ്രദ്ധ തെറ്റിപ്പോണത് നോക്കുങ്ങള്. ഞാൻ ഇന്നൊരു കുട്ടീനെ കണ്ട്, ഇന്ന് ഞാനിപ്പോ വൈകിയത് അതുകൊണ്ടാണ്. ഇന്ന് കുട്ടീനെ കണ്ട് ആ കുട്ടിയോട് സംസാരിച്ചപ്പോ ഒരു അമുസ്ലിമുമായി പ്രേമമുള്ള ഒരു പെൺകുട്ടി, അവൾ പ്രേമിക്കുന്നത് മുസ്ലിം അല്ലാത്തൊരു ചെക്കനെയാണ്. ആകെ ബേജാറ് പിടിച്ച് ബാപ്പ നാട്ടിൽ വന്നിട്ട് അവളെയും കൊണ്ട് എന്നെ അയാൾക്ക് നേരല്ലായിട്ട് പ്രസംഗിക്കുന്നിടത്ത് വന്നതാണ്. സാറ് 5 മിനിറ്റ് സംസാരിക്കും. ആ കുട്ടി നല്ല ഭംഗിയുള്ള മക്കനൊക്കെ ഇട്ടൊരു കുട്ടി. അവളോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞു മോളെ അത് മുസ്ലിം അല്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ ഈ കുട്ടി വ്യക്തമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്, മോള് ഒരു കന്യകയല്ല എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? നോക്കുങ്ങള്, 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അവളോടുള്ള ചോദ്യം, മോളൊരു കന്യകയല്ല എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ആ പെൺകുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. അതുവരെ ഒരു പ്രതികരണമില്ല കുട്ടിക്ക്, ഒരു ഭാവാറ്റില്ല. അവളെ കണ്ണ് രണ്ടും നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി, ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ എൻ്റെ വാട്സപ്പിൽ കുറച്ച് മെസ്സേജ് വന്നിരുന്നു. ഏതായാലും അത് കാര്യമാണല്ലോ. അപ്പൊ ഞാൻ ആ മെസ്സേജൊക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞ് കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, ഇനി പറ, ഉത്തരം പറ. അപ്പൊ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ കന്യകയല്ല. നോക്കണേ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യം, അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇനി നിങ്ങളെ ഉത്തരം പറയേണ്ടത് ഉമ്മയും ബാപ്പയും. ചെറുപ്പത്തില് ആ കുട്ടി 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മാമന്റെ മക്കളും ആ വീട്ടിൽ വന്ന ആൺകുട്ടിയും ഒക്കെ അതിനകത്ത് കയ്യച്ചിന്. ഞാൻ വിശദീകരിക്കില്ല, സമയമില്ലാത്തതുണ്ട്. എന്താ കൈവെക്കാൻ കാരണം? കൂടെ കിടത്തുക ചെയ്തത്. 5ാം ക്ലാസ് പഠിക്കുന്ന ഈ പെൺകുട്ടിയെ 8ാം ക്ലാസ് പഠിക്കണ 9ാം ക്ലാസ് പഠിക്കണ മാമന്റെ മക്കളെ കൂടെയാണ് ഉമ്മ കിടത്തിയത്. ഇവർ നിൽക്കാൻ വന്നപ്പോ രാത്രി എഴുന്നേറ്റിട്ട് ഈ ചെക്കന് പണി എന്താണെന്നറിയോ? ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാണ്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് തോന്നി, വലുതായപ്പോ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി എന്റെ കന്യകാത്വം നഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അവളുടെ മനസ്സിനകത്ത് അങ്ങനെ തോന്നിയത്. ഈ കുട്ടി നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഉമ്മാന്റെ ശ്രദ്ധക്കുറവാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ? നമ്മളങ്ങനെ പോവുക, എല്ലാ വീട്ടിലും പോയിട്ട് പെൺകുട്ടിയെ നിർത്തും. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാലം നന്നായിട്ട് ശ്രദ്ധ വേണം. ആൺകുട്ടി കാണുന്നത് കേരള ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് മൊബൈൽ ഫോണിൽ വേണ്ടാത്ത വീഡിയോകൾ കാണുന്നത് 15നും 20നും ഇടയിലുള്ള മക്കളല്ല. നിങ്ങൾ അങ്ങനെ കരുതരുത്. വേണ്ടാത്ത വീഡിയോകൾ മൊബൈൽ ഫോണിൽ കയറി കാണുന്നത് 15നും 20നും ഇടയിലുള്ള കുട്ടികൾ അല്ല. അവരൊക്കെ പ്രാക്ടിക്കലിലേക്ക് കടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ പോൺ വീഡിയോകൾ കാണുന്നത് 10നും 15നും ഇടയിലുള്ളവരാണ്. ഇന്ന് 5ാം ക്ലാസ് പഠിപ്പിക്കുന്ന മാഷന്മാരുടെ ഈ കൂട്ടത്തില്, 6ാം ക്ലാസ് ക്ലാസ് എടുക്കുന്ന മാഷന്മാരുടെ കൂട്ടത്തില് ഞാൻ പറയണ്ട, ഞങ്ങളവരോട് ചോദിച്ചു. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീന്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് എന്താ? പോൺ വീഡിയോകളാ. ഓനത് കണ്ടതാ. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു ഉമ്മ കൊണ്ടുവന്നത് 7 വീഡിയോകൾ ഫോണിൽ ഇതെന്താണ് ഇങ്ങനെ പരീക്ഷ നോക്കാൻ അവന്റെ പെണ്ണും അവന്റെ കുടുംബക്കാരും ആധുനിക കാലത്തിൽ മക്കളെ ശ്രദ്ധിക്കണം. അത് ഉമ്മ ശ്രദ്ധ നോക്കേണ്ട സാധനം. എത്ര അനുഭവങ്ങളുണ്ടെന്നറിയും. ഉമ്മാന്റെ ശ്രദ്ധ കുറവെന്ന് ഞാൻ പറയാ. അതുകൊണ്ട് കൃത്യമായ നിർദ്ദേശം തരുന്നു ഇസ്ലാം. നോക്ക്, 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തരുന്ന നിർദ്ദേശം എന്താ? നിർദ്ദേശം എന്നറിയോ? നിങ്ങളുടെ മക്കള് 10 വയസ്സായാൽ നിങ്ങളുടെ വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്. 10
വയസ്സാകുമ്പോ നിങ്ങളെ കുട്ടി ആണേ വിട്ടെ പെണ്ണാവട്ടെ, നിങ്ങളെ വിരിപ്പ് കിടത്തരുത്, റൂമ് കിടത്തരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പ് എന്ന് പറഞ്ഞത് അന്നത്തെ അറേബ്യന്റെ സാഹചര്യം അങ്ങനെയാ. വലിയ 2 നില വീടെടുത്ത് താമസിക്കുന്ന സാഹചര്യമല്ല. ഇന്ന് നിങ്ങളെ വീട്ടിൽ റൂമുണ്ട്, 5 ബെഡ്റൂമുള്ള വീടുണ്ട്, പക്ഷെ കുട്ടികളും ഭാര്യ ഭർത്താവൊക്കെ എപ്പോഴും റൂമില്ല. എന്തൊരു വൃത്തിയാണെന്നല്ല ചോദ്യങ്ങൾ. ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താ? 10 വയസ്സ് കഴിഞ്ഞാൽ മക്കളെ മാറ്റുക. എന്തിനാ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മക്കൾ കാണുക എന്നത് മാത്രമല്ല, ആ 10 വയസ്സുകാരൻ 10 വയസ്സുകാരി കിടന്നുറങ്ങുന്ന ഉമ്മയുടെ വസ്ത്രം നീങ്ങിയാൽ അത് അവനും പ്രശ്നമാണ്. ബാപ്പ കിടന്നുറങ്ങിയ ബാപ്പാന്റെ വസ്ത്രം നീങ്ങിയ മോക്ക് പ്രശ്നമാണ്. എന്തിനാ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? ചില അമ്മമാര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ബാപ്പ ഗൾഫിലല്ലേ, നമ്മനടുത്ത് കിടന്നൂടെ? കുട്ടി പിന്നെ മാറൂല. കഴിവതും സൗകര്യമുണ്ടെങ്കിൽ 10 വയസ്സാകുമ്പോൾ മാറ്റി കിടത്തണം. അടുത്ത നിർദ്ദേശം എന്താ? ആങ്ങളും പെങ്ങളും ആണോ, നിങ്ങൾക്ക് പറഞ്ഞ ആങ്ങളും പെങ്ങളും ആണോ, ഒരു റൂം കിടത്തരുത്, അവരെ 2 റൂം കിടത്തണം. അപ്പൊ ആങ്ങളും പെങ്ങളും അല്ലേ? അത് അവർക്കറിയോ ആങ്ങളും പെങ്ങളും എന്ന്? വികാരമുള്ള സമയല്ലേ? ഇനിയോ അടുത്ത നിർദ്ദേശം എന്താ? 2 ആൺകുട്ടിയാണോ? ആണോ? ഏട്ടനും അനിയനുമാണ്, 2 ആൺകുട്ടിയാണ്, അവരെ റൂം കിടത്താൻ പറ്റുമോ? പറ്റും. പക്ഷേ അവർക്ക് 2 പേർക്കും 2 പുതപ്പ് കൊടുക്കണം. ഓ, എന്തൊരു സൈക്കോളജി നോക്ക്. 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടി ഒരുമിച്ച് കിടക്കണ്ടോ? കിടന്നോട്ടെ, 2 പുതപ്പ് കൊടുക്കണം. ഒരു പുതപ്പിനകത്ത് കിടക്കാൻ അനുമതിയുള്ള ഒരേ ഒരു കൂട്ടർ ഭാര്യയും ഭർത്താവും മാത്രമല്ല. എന്തൊരു ശ്രദ്ധയാ ഇസ്ലാം എന്ന മതം നിങ്ങൾക്ക് തന്നത്. ഇനിയോ എളാപ്പന്റെ മക്കള്, മൂത്താപ്പന്റെ മക്കള്, എന്റെ അനിയന്റെ മകൻ, എന്റെ കാക്കന്റെ മകൻ പ്രായപൂർത്തിയായാൽ എന്റെ മകൾക്ക് മഹറമല്ല. ഏതെങ്കിലും ആൾക്കാർ ഇത് പാലിക്കോ? ഇത് ഞാൻ പറഞ്ഞാൽ തന്നെ പ്രശ്നമാവും അല്ലേ? എളാപ്പന്റെയും മൂത്താപ്പന്റെയും മക്കളൊക്കെ നിങ്ങൾ അന്യരാക്കി. അന്യരല്ല, മഹറമല്ല. എന്റെ മകന്റെ മുന്നിൽ എന്റെ അനിയന്റെ മകൾ പ്രായപൂർത്തിയായാൽ ഔറത്ത് മറച്ചേ നിക്കാവൂ. നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ അവസ്ഥ? കോളേജിലേക്കും സ്കൂളിലേക്കും പെൺകുട്ടിനെ കൊണ്ടുപോകുന്നത് ആരാ അറിയോ? മൂത്താപ്പന്റെ മോന്റെ കൂടെ ഓണം ബൈക്കിന് പോണ്. ഈ മൂത്താപ്പന്റെ മോൻ എങ്ങനെ മഹറായത്? എന്ന് മുതല യുവതലമുറയെ വഴിതെറ്റിച്ചത് നിങ്ങളാണ്. എന്ന് മുതലായി മൂത്താപ്പന്റെ മോൻ മഹറായത്? നിങ്ങൾ പറയും. മാമന്റെ മോൻ എന്ന് മുതലാ മഹറായത്? ആ പെൺകുട്ടിനെ കെട്ടാൻ പറ്റുമവന്? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേമം റിപ്പോർട്ട് ചെയ്ത് വരുന്നത് പുറത്തുനിന്നല്ല കേട്ടോ, അകത്തുന്ന മാമന്റെ മോനായിട്ടാ പ്രേമം. ആരത് തുറന്നു കൊടുത്തത്? ഉറങ്ങാൻ കിടക്കുന്ന 2 പീസ് ഇട്ട് നിൽക്കുമ്പോ, ഒരു പെൺകുട്ടി ഉറങ്ങാൻ വേണ്ടി 2 പീസ് ഇട്ട് നിൽക്കുകയാണ്. ആ 2 പീസ് ഇട്ട് നിൽക്കുമ്പോ വീട്ടിലേക്ക് കയറി വരും മൂത്താപ്പന്റെ മോൻ. പ്രായപൂർത്തിയായ 10ാം ക്ലാസ്സുകാരി പെൺകുട്ടി, 18 വയസ്സ് കഴിഞ്ഞ ഈ ആൺകുട്ടിന്റെ മുമ്പിലേക്ക് ആ ഡ്രസ്സിലാ വരുന്നേ. എന്താ വന്ന് അവിടെ നിൽക്കുക? അനുമതിയില്ലല്ലോ ഇസ്ലാമിന്. ഇത്ര ശ്രദ്ധിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടില്ലേ? ഇല്ലേ? നമ്മൾ എത്ര പേര് കുടുംബത്തിനകത്ത് ഈ ശ്രദ്ധ കൊടുക്കാറുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. യുവതലമുറ തെറ്റിപ്പോകുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി മാറി നിൽക്കാൻ പ്രിയമുള്ള രക്ഷിതാക്കളെ കഴിയില്ല നമുക്ക്. അപ്പൊ നമ്മൾ മാറിപ്പോയി. ചില തെറ്റൊന്നും തെറ്റല്ല. അതിനർത്ഥം മൂത്താപ്പന്റെ മക്കളെ തൊടി കയറ്റരുതെന്നല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എളാപ്പന്റെ മക്കളെ തൊടി കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞില്ല. എളാപ്പന്റെ മക്കളും മൂത്താപ്പന്റെ മക്കളും പ്രായപൂർത്തിയായാൽ മഹറല്ല. സ്വന്തം ആങ്ങളെ മാത്രമേ മഹറായിട്ടുള്ളൂ. മഹറമിന് മാത്രമേ ആ പെൺകുട്ടിയുടെ തല കാണാൻ, കണങ്കാല് കാണാൻ ഒക്കെ അവകാശമുള്ളൂ. അതാണ് അവർക്ക് കാണാൻ പറ്റിയ ഔറത്ത്. ഞാനിതെന്തിനെങ്ങനെ വിശദീകരിക്കണം? ഇതൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ അല്ലേ? നമ്മളെവിടെയോ പാലിക്കപ്പെടാൻ മറന്നുപോയി. വീടും സൗകര്യങ്ങളും ഒക്കെ കൂടിയപ്പോ, എല്ലാവരും വീടും ഇങ്ങനെ ഒരുമിച്ചായപ്പോ നമ്മളൊക്കെ വളരെ സോഷ്യലായി കഴിയുന്ന ആൾക്കാരാണ്. ഇതപ്പോ നമ്മളെ അടുത്ത ഡയലോഗ് അല്ലേ? അവിടെയാണ് നമ്മുടെ മക്കൾക്ക് തെറ്റുപറ്റി പോണെന്ന് ഓർക്കണം നിങ്ങള്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ എവിടെയൊക്കെ ശ്രദ്ധിക്കും? ഞാൻ പരത്തി പറയില്ല, ചുരുക്കി പറയാം. എല്ലാറ്റിലും മക്കൾ വലുതാകുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയണം എന്ന് നമ്മൾ ഓർക്കണം. ഒന്നാമത്തെ സി ഞാൻ അവിടെ നിർത്തല്ല. രണ്ടാമത്തെ സി കെയർ. രണ്ടാമത്തെ സി കമ്മ്യൂണിക്കേഷൻ, സംസാരം. പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെൺകുട്ടി വീട്ടിലുണ്ടോ? 8ാം ക്ലാസ്സിന് മുകളിലുള്ള പെൺകുട്ടി ഉണ്ടോ? ഡിഗ്രിക്ക് പഠിക്കണ്ടോ? MBBS പഠിക്കണ്ടോ? നിങ്ങളുടെ അടുത്ത് വന്നാൽ അതിന്റെ മുഖത്ത് നോക്കി അരമണിക്കൂറെങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ആ കുട്ടിന്റെ കാര്യം പോക്കാം. നമുക്ക് സമയമുണ്ടോ? നമുക്ക് തോണ്ടല്ലേ മൊബൈല് അല്ലേ? ഒരു കുട്ടി വന്ന് എന്നോട് പറയാ, നിങ്ങൾ ആലോചിക്കണേ, വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ പീസ് റേഡിയോ.
വലിയ വിപ്ലവം. പീസ് റേഡിയോ കണ്ടോ, എത്രയോ ആളുകൾ കേൾക്കണമെന്നറിയാം. ഇത്ര ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം, ഇസ്ലാമികമായ പ്രബോധന രംഗത്ത് വലിയൊരു മാറ്റം പീസ് റേഡിയോ. അതുകൊണ്ട് ആ പീസ് റേഡിയോ വലിയൊരു മാറ്റം. ഞാൻ ആ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു. ഒരു കുട്ടി വന്ന് എന്നോട് പറയാ, ഉമ്മ 24 മണിക്കൂർ പീസ് റേഡിയോ അല്ല. അതെന്ത് പരിപാടിയാ? ഈ കുട്ടിയൊന്ന് ഉമ്മന്റെ അടുത്ത് എന്നാണ്ട്, ഉമ്മ ഇന്ന് കോളേജിലില്ലേ, ഉണ്ടാക്ക് സ്വപ്നക്കൂട്, സ്നേഹക്കൂട് ഉണ്ടാ. ഉമ്മ പറയാ, ഉണ്ടല്ലേ ഇത് കേട്ടോ. കുട്ടി കുറച്ചേരം അവിടെ ഇരുന്ന് ചൊറിഞ്ഞ്, ആ കുട്ടിക്ക് പറയാനുള്ളത് പീസ് റേഡിയോ കേൾക്കോ? അപ്പൊ പീസ് റേഡിയോ വേണം, കേൾക്കണം, ആളുകളെ ചേർക്കണം. ഇതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ സ്വന്തം മകൾ നിങ്ങളെ അടുത്തേക്ക് വർത്താനം പറയാൻ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഓഫ് ചെയ്യണങ്ങള്. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളെ മകളുടെ സംസാരത്തിലാണ്. മകന് ബാപ്പ ചിന്തിച്ചൊക്കെ പള്ളി പോകുമ്പോ അവന്റെ തോളിൽ കേട്ട് നടന്നു നോക്കി. ഞങ്ങള് 8 പഠിക്കുന്ന ചെക്കനെ പള്ളിക്ക് വിളിച്ചിട്ട് അവിടെ തോളിൽ കേട്ട് നടക്കുക. ഇന്ന് കൗൺസിലിംഗ്, അനങ്ങിയ കൗൺസിലിംഗ്, ആൺകുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട്, എന്താ പ്രശ്നം? ഒരു സുബൈക്ക് പള്ളിക്ക് വിളിച്ച എണീക്കില്ല. അതിനെന്താ അടുത്ത പണി? കൗൺസിലിംഗ്. എന്ത് പറയാൻ അവരോടൊക്കെ? നിങ്ങൾക്കറിയോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമനെ കല്യാണം കഴിച്ചത് അലി ഇബ്നു അബി താലിബ്. അലി കല്യാണം കഴിച്ച് ഫാത്തിമയുമായി നബിന്റെ വീട്ടിനകത്ത് കഴിയാണ്. ഭാര്യയും ഭർത്താവും കൂടി റൂമിലുണ്ട്. സുബൈക്ക് ബാങ്ക് കൊടുത്തവൻ നബി എന്താ ചെയ്തെന്നറിയോ? വാതിലിന് പോയി മുട്ടി. ആരെ വാതിലിന്? പുതിയാപ്പളി മോളും കിടക്കണ വാതിലിന് മുട്ടിട്ട് പറഞ്ഞു, ഫാത്തിമ നിസ്കരിക്കാൻ സമയമായി. അപ്പൊ നബി മകളെ എത്ര കാലം വിളിച്ചു? എത്ര കാലം? 8ാം ക്ലാസ് വരെ, 9ാം ക്ലാസ് വരെ? അല്ല, അന്നത്തെ അറേബ്യയുടെ സാഹചര്യം വേറെയാണ്. കല്യാണം കഴിച്ചപ്പോഴും മക്കളെ സുബൈക്ക് വിളിക്കുക എന്നുള്ളത് ഉമ്മന്റെ അപ്പന്റെ കടമയാണ്. നിങ്ങൾ എന്താ കൂട്ടരെ വിചാരിച്ച് ഇതൊക്കെ രാജിവെക്കാന്നോ? നിങ്ങളെ കുട്ടിക്ക് 24 വയസ്സുണ്ട്, ഓനെ സുബൈക്ക് വിളിക്കേണ്ടത് നിങ്ങളെ കടമയാണ്. ആ സുബൈക്ക് വിളിക്കുന്ന ജീവിതകാലം മുഴുവൻ നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്ക് വെറുതെ ഒന്നല്ലല്ലോ, കുറച്ച് കൂലിയുണ്ടല്ലോ. സുബൈക്ക് മക്കളെ വിളിച്ചാൽ നിങ്ങൾക്ക് കൂലിയില്ലേ? അപ്പൊ ഇതൊക്കെ വലിയൊരു പ്രയാസമായി കണ്ട് ഓൻ വിളിച്ചിട്ട് എണീക്കില്ല, എപ്പോഴേ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞ് നടക്കാതെ ആ ചെറുക്കനെ സ്നേഹത്തോടെ വിളിച്ച് ഓനെ ഒന്നുടുപ്പിച്ച് ഓന്റെ തോളിൽ കൈയിട്ടിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള പള്ളിക്ക് ഓനെ പിടിച്ച് നടന്നു നോക്ക്. ഇതിന് എന്തൊക്കെയാ വർത്താനോ? ഷാറല്ലേ, ഇന്നലെ എന്തേ ആയത്? മറ്റേ എന്തായി നോക്കി, നാളെ വേറെ ഇങ്ങനെ നടന്നു നോക്ക്. ആ കുട്ടിക്ക് നിങ്ങളോട് അടുപ്പുണ്ടാവും. പെൺകുട്ടിയോട് സംസാരിക്കാൻ ഉമ്മമാർ സമയം കണ്ടെത്തണം. ബാക്കിയൊക്കെ അവിടെ വെച്ചേക്ക്, എല്ലാ ഫേസ് റേഡിയോ കാര്യമൊക്കെ വെച്ചേക്ക്. അതൊക്കെ മക്കളില്ലാത്തപ്പം കേട്ടോ നിങ്ങള്. മോള് വന്നാൽ എല്ലാം ഓഫാക്കിയിട്ട് മോള് പറയും, ഉമ്മ കേക്കട്ടെ. ആ മോക്ക് നിങ്ങളോടൊരു അടുപ്പുണ്ടാവും. വേറെ ഒരുത്തരും ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകില്ല. അപ്പൊ രണ്ടാമത്തത് എന്താ? യുവതലമുറയോട് നിങ്ങൾക്കുള്ള കടമ എന്താ, കർത്തവ്യം എന്താ? അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. എന്റെ എളുപ്പുണ്ടല്ലേ? മൂന്നാമത്തെ ഒരു സാധനം ഉണ്ട്. എന്താ അവിടെ പറഞ്ഞാൽ നിർത്തണം. ആ അതിന്റെ പേരാണ് കൺസിഡറേഷൻ. പരിഗണന എന്ന് മലയാളത്തിൽ പറയും. കൺസിഡറേഷൻ. യു ഷുഡ് വാണ്ട് ടു കൺസിഡർ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. സൈക്കോളജി പറയുന്നത് എങ്ങനെ കൺസിഡർ ചെയ്യാ? എങ്ങനെയാ? അവരെ കൂടി പരിഗണിക്കുക. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ള രക്ഷിതാക്കളെ, തന്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. എന്റെ മക്കളെ താനോളമായാൽ താനെന്ന് വിളിക്കണം. ഒരു കോംപ്രമൈസും പറ്റൂല. അപ്പൊ നിങ്ങളെ കുട്ടി വലുതായി സ്വന്തം പെങ്ങളെ കല്യാണം ഉറച്ചത് അങ്ങാടിന്ന് അറിയേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ എന്തിഷ്ടം അവന് വാപ്പനോട് ഉണ്ടാവുക. അപ്പൊ വീട്ടിലെ എന്ത് കാര്യത്തിലും ഇവനെ കൂടി പരിഗണിക്കണം. എന്തിന്? ഈ ചെക്കനെ കൂടി പരിഗണിക്കുക, പെൺകുട്ടിനെ കൂടി പരിഗണിക്കുക. നിങ്ങളുടെ വീട്ടിനകത്തെടുക്കുന്ന സകല തീരുമാനങ്ങൾക്കും അടുത്ത ഞായറാഴ്ച ബാപ്പാക്ക് ഒഴിവാണ്, ഉമ്മാക്ക് ഒഴിവാണ്. ബാപ്പ പറഞ്ഞു, ഉമ്മനോട് ഭാര്യയോട് പറഞ്ഞു, നോക്ക് നമുക്ക് ഞായറാഴ്ച ഒന്ന് പുറത്തുപോയാലോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ആയിക്കോട്ടെ, നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് ചോദിക്കാം. 8 പഠിക്കണ, 10 പഠിക്കണ, +1 പഠിക്കണ, ഡിഗ്രിക്ക് പഠിക്കണ മക്കളൊക്കെ വിളിച്ചിട്ട് ബാപ്പ ചോദിക്കാണ്, മക്കളെ ഞായറാഴ്ച നമുക്കൊന്ന് പോകണം, എവിടെ പോവുക? കുട്ടികളോരോ സ്ഥലം പറഞ്ഞു, ഒരു തീരുമാനമാക്കി. അവരെ കൂടി നിങ്ങളുടെ കൂടെ ചേർത്ത് കൂട്ടണം. ആ കൂട്ടമാണ് കുടുംബം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കണത്? നമ്മളാണ് തീരുമാനിക്കും അല്ലേ എന്താ ചെയ്യേണ്ടത്. അപ്പൊ കുട്ടി വലുതായാലോ അവനെ കൂടി പരിഗണിക്കണം. ബാപ്പ കാറ് മാറ്റാൻ പോവാണ്, ബാപ്പാന്റെ കാറ് മാറ്റാൻ പോവാണ്, പഴയ കാറ് മാറ്റി പുതിയ കാർ എടുക്കാൻ പോവാണ് അല്ലേ.
കുട്ടി എത്രല്ല 8-ല്. ചെക്കനെ വിളിക്കണം, മോമ്പ പാപ്പ കാറ് മാറ്റാണ്. പാപ്പ കാറ് മാറ്റാണ്. ഏത് കാറാണ് എടുക്കുക? പാപ്പ നമുക്ക് ഏതെടുക്കുക? നമുക്കൊന്ന് ആലോചിക്കാം. ഈ ആലോചിക്കുക, ഞാനും ആലോചിക്കാം. കണ്ടോ, അവനെ കൂടി ചേർത്തു, പാപ്പ കൂട്ടിപ്പിടിച്ചു. അതിന്റെ പേരാണ് സൗഹൃദം. എത്ര എളുപ്പമുണ്ട് നോക്ക്. ഇതൊന്നുമില്ല. കുറെ മക്കള് അതിനോട് ഇങ്ങനെ ഒച്ചമ്പുള്ളി ഇട്ട് ഇങ്ങനെ പോറ്റ, ഈ പൈക്കളൊക്കെ പോറ്റണായിരുന്നു. എന്നിട്ട് കുട്ടിന്റെ പാട്ടിന്, എന്നിട്ട് അവസാനം ഒരു വിഷയം യുവതലമുറ വഴി തെറ്റുന്നു. നമ്മള് അപ്പൊ 3 C അല്ലേ? എന്തൊക്കെ ഞാൻ പറഞ്ഞപ്പോ ശ്രദ്ധിക്കണം. കെയർ, കമ്മ്യൂണിക്കേഷൻ വേണം, ആശയവിനിമയം വേണം, വർത്താനം പറയണം, കൺസിഡർ ചെയ്യണം. അവസാനിപ്പിക്കുകയാണ്. ഒരു C കൂടി ഉണ്ട്, സിലബസിന് പുറത്തുള്ള C ആണ്. ആ സീന്റെ പേരാണ് CRE. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് യുവതലമുറക്കുള്ള കടമയാണ്, കർത്തവ്യമാണ്, നമുക്ക് കൊടുക്കാനുള്ളൊരു മതിലാണത്, മതബോധത്തിന്റെ പുതപ്പാണത്. ആ സീന്റെ പേരെന്താ? CRE, കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി മതം പഠിപ്പിക്കുന്ന ശ്രമം. 2 മണിക്കൂർ അല്ല, 1.5 മണിക്കൂർ. ഞായറാഴ്ചയോ ഒഴിവ് സമയത്തോ 1.5 മണിക്കൂർ കുട്ടി കിടന്നുറങ്ങുന്ന സമയം എവിടെയോ വെച്ച് കൂട്ടുന്ന ഒരു CREയിലേക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള രക്ഷിതാക്കളെ കുട്ടീനെ അയക്കണം. അതിന്റെ പേര് CRE. മദ്രസയിൽ പോവാൻ കഴിയാത്ത കുട്ടിക്ക് കണ്ടോ, നമ്മുടെ പ്രദേശത്ത് CRE ഉണ്ടാവും, നമ്മുടെ പ്രദേശത്തുണ്ടാകും. മക്കൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഡോസ് കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ, പോളിയോ മരുന്ന് എപ്പോഴാണ് കൊടുക്കുക? 5 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് അടുത്ത കൊല്ലം പിന്നെയും കൊടുക്കും, അതിനടുത്തുള്ള പിന്നെയും കൊടുക്കും. ഇടക്ക് കൊടുത്തില്ലെങ്കിൽ സാധനം തിരിച്ചു വരും. മക്കൾക്ക് ഇടക്കിടക്ക് ഒരു ഡോസ് കൊടുക്കണം. ആഴ്ചയിൽ ഒരിക്കൽ 1.5 മണിക്കൂർ നിങ്ങളുടെ മക്കൾക്ക് മതം പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. ആ അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം വീട്ടില്. ഇനിയോ സ്ത്രീകളുണ്ട്, ഇവിടെ QHLRS ഉണ്ട്, ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്ന ക്ലാസ്സുകൾ. അതിന് പെണ്ണുങ്ങൾ പങ്കെടുക്കണം. എന്നിട്ടോ മക്കൾക്കും കൊടുക്കണം. ഒരു ദിവസം ആഴ്ചയിൽ മക്കൾക്ക് മതത്തിന് വേണ്ടി മാറ്റിവെക്കണം. അപ്പോഴോ സഹോദരൻ നേരത്തെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എത്ര താഴോട്ട് പോയാലും മതത്തിന്റെ പുതപ്പിട്ട് കൊടുത്ത് നമ്മുടെ മക്കൾ കേടാവാതെ നിൽക്കും. അവിടെയാണ് മാർഗം. അപ്പൊ ഞാൻ എത്ര സിയാ പറഞ്ഞ്? 4 ആ 4 സീകൾ മുറുകെ പിടിച്ചുകൊണ്ട് യുവതലമുറയെ നിങ്ങൾ മുന്നോട്ട് നയിച്ചാൽ, ഉത്തരവാദിത്വം ബോധം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വളർത്തിയാൽ, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ തെറ്റിപ്പോവാതെ യുവതലമുറയുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വൃത്തിയും വെടിപ്പുമുള്ള മതബോധമുള്ള, രക്ഷിതാക്കളോട് ഉത്തരവാദിത്വം നിറവേറ്റുന്ന, സ്വന്തത്തോട് ഉത്തരവാദിത്തമുള്ള, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള അടിപൊളി മക്കൾ യുവതലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് കൃത്യമായ ഒരു ബോധമുണ്ടാവണം. ഇൻഷാ അല്ലാഹ് പ്രോഫ്കോണിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു കാണും. അതുകൊണ്ട് പുറത്ത് നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. CREയിൽ പോകുന്ന, മദ്രസയിൽ പോവാത്ത നിങ്ങളുടെ കുട്ടികൾ, അത് ഡിഗ്രി ആവട്ടെ, അതിനേക്കാൾ മുകളിലേക്കാവട്ടെ, ഞായറാഴ്ചകളിലെ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒഴിവ് സമയം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പുണ്ട്, CRE ഉണ്ട്. അവിടെ ഒന്നുമില്ല, ഹദീസും ഖുർആനും ഒക്കെ ഒന്ന് പഠിപ്പിക്കും, ഒന്ന് ഓദിക്കും, ആയിക്കോട്ടെ, അതിലേക്ക് പറഞ്ഞു വയ്ക്കണം, മതം കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബം തെറ്റിപ്പോവാതെ കൃത്യമായി മുന്നോട്ട് പോകും. റബ്ബ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്കുമൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ഈ സമ്മേളനത്തിന് നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച ഈ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.